walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to പൂമുഖവാതിൽക്കൽ ചായയുമായി നിൽക്കുന്ന ഭാര്യ. ഫുഡിന്റെ കവർ വെച്ച പക്ഷേ അങ്ങനെ മോശമാണ്. എൻ്റെ മറ്റേ കവർ അവിടെ, ബാഗ് അവിടെ. Okay, let's see. Yes, guys. Okay, ശരി. Hi everyone. Good morning and Merry Christmas first of all. ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പം ക്രിസ്മസ് ആണ്, പതിവ് പോലെ ഡ്യൂട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ചായി വ്ളോഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ക്രിസ്മസ് ആണ്, അപ്പം കുറച്ച് ക്രിസ്മസ് ട്രീയും പ്ലം കേക്ക്സ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഹോം മെയ്ഡ് ആയിട്ട്. അപ്പോൾ ഞാൻ ഇതൊരു വ്ളോഗാക്കാം, യൂട്യൂബിൽ വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ എൻ്റെ ഒരു ജോലി ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കാണിക്കാൻ വെച്ചു. അപ്പോൾ ഡെയിലി വ്ളോഗൊന്നോ അങ്ങനെ വെച്ച് പറയാൻ പറ്റുന്നൊരു വ്ളോഗ്. ഞാൻ അറിയാത്തവർക്ക് പറയുകയാണ്, ഞാൻ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ ബ്രാൻഡ്, ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ബ്രാൻഡാണ്. ഞങ്ങൾ ചെയ്യുന്നത് വെൽഡിങ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഓൺ ബ്രാൻഡിൽ മെറ്റീരിയൽസ് ഇറക്കിയിട്ട് ഇവിടെ സപ്ലൈ ചെയ്യുന്ന വെൽഡിങ് ആൻഡ് സേഫ്റ്റിൻ്റെ റിഗിലേക്കും മിഗിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന കുറേ ഐറ്റംസാണ്, കുറേ ഡിഫറെൻറ്റ് സംഭവങ്ങളാണ്. അപ്പം അതിൻ്റെ സപ്ലൈയിലാണ് എൻ്റെ സെയിൽസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഡെയിലി ഒരു 250 കിലോമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ദൂരെയാണ് എൻ്റെ ജോബ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങി. അപ്പം ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെയുള്ള നമ്മുടെ വൈകുന്നേരം ഒരു വന്നിട്ട് കേക്ക് കട്ടിങ്, അതായത് പ്ലം കേക്കിൻ്റെ കട്ടിങ്, പിന്നെ ക്രിസ്മസ് ട്രീ സെലിബ്രേഷൻ, ഫുഡ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വിചാരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക കേട്ടോ. കുറച്ചായിട്ട് ചെയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നം. റോഡിലൊക്കെ ഭയങ്കര കൺജഷനാണ് കേട്ടോ, ബ്ലോക്കാണ്. ഇപ്പോൾ ഞാൻ പോയിട്ട് 5 മിനിറ്റ് അതിന് മുകളിലായി. ഇവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇവിടെ അടുത്ത് ഞങ്ങൾ വെയർ ഹൗസ് ഉണ്ട്, ആ വെയർ ഹൗസിലേക്കുള്ള യാത്രയാണ്. ആദ്യം വെയർ ഹൗസ് പോയിട്ട് വേണം എനിക്ക് ഇവിടെ ഷോപ്പുണ്ട് അവിടെ പോകണമെങ്കിൽ. ഇത് നമ്മുടെ കണ്ടെയ്നർ ലോറികളാണ് ഈ കിടക്കുന്നത്. ഇങ്ങനെ കണ്ടെയ്നേഴ്സ് ഉണ്ട് അവിടെ, ചിലതൊക്കെ ബ്രേക്ക് ഇട്ടിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ കണ്ടെയ്നർ ലോറി കാണുക അവിടെ വരെ പോകണം അല്ലേ. ഇത് ഫുള്ള് കണ്ടെയ്നേഴ്സിൻ്റെ ഏരിയ കേട്ടോ, വെയർ ഹൗസ് ഏരിയയാണ്, കംപ്ലീറ്റ് വെയർ ഹൗസ് സിസ്റ്റം ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ കണ്ടെയ്നേഴ്സ് കിടക്കണം. ഇത് 40 ഫീറ്റിൻ്റെ കണ്ടെയ്നേഴ്സ് ആണ്. ഇതിൻ്റെ 20 ഫീറ്റ് കണ്ടെയ്നർ വേറെ ഉണ്ട്. ഇതാ ഒരു സാധനം കൊണ്ടുപോവുകയാണ്. ഈ വെയർ ഹൗസിങ് ഏരിയ ആയതുകൊണ്ടേ ഇത് കംപ്ലീറ്റ് ആൾക്കാർ ഇതേപോലെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ചൈനയിൽ നിന്നും മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐറ്റംസ്. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് കേട്ടോ, കാരണം വെയർ ഹൗസ് ഉള്ള ഏരിയയിൽ കംപ്ലീറ്റ് വെയർ ഹൗസ് ആയിരിക്കും. അപ്പം ഇപ്പം കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് വെയർ ഹൗസ് ആയിരിക്കും. ഒരുപാട് വലിയ ഏരിയ കേട്ടോ, ഒരുപാടുണ്ട്. കാലിത്യ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വലിയ ഏരിയ. അപ്പം ഇവിടെ എല്ലാ വെയർ ഹൗസ് സിസ്റ്റം ആയിരിക്കും. കാരണം നമുക്ക് ഇവിടുന്ന് പോർട്ട് അടുത്താണ്, പോർട്ടിന് സാധനം ഇറക്കുന്നു, ഇവിടെ കീപ്പ് ചെയ്യുന്നു, എന്നിട്ട് അടുത്ത് ഒരു ഓട്ടോ ഒക്കെ അങ്ങനെ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പം. അപ്പം ചൈനയിൽ നിന്നും കുറേ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് ഹ്യൂജ് കണ്ടെയ്നേഴ്സ് വരുന്നതൊക്കെ ചൈനയിൽ നിന്നാണ്. ചൈനയിൽ നിന്ന് വരുന്ന സാധനം ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ കീപ്പ് ചെയ്യുന്നു, വെയർ ഹൗസ് വയ്ക്കുന്നു. ഇങ്ങനെയാണ് സെറ്റപ്പ് കേട്ടോ. കമ്പനികളുടെ ഏരിയ വേറെയാണ്. കമ്പനികളുടെ ഇൻഡസ്ട്രി ഏരിയ 1, 2, 3 അങ്ങനെ കമ്പനികളുണ്ട്, പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ. പിന്നെ അതിനും വലിയ കമ്പനികളുണ്ട്, അവിടേക്ക് നമുക്ക് പെർമിഷനില്ല, പോകാൻ പറ്റില്ല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും ഈ ഇസൂസുവിൻ്റെ ലോറികളാട്ടോ ഉണ്ടാവുക. ഇങ്ങനത്തെ ഇസൂസുവിൻ്റെ ഡയാന അതാണ് കൂടുതലുണ്ടാവുക ലോഡ് കയറ്റാൻ. ഇതേപോലെ അങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാവും, അത് കവർ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കുറച്ച് കുറവാണ്, ഡിസംബർ ലാസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ഓർഡേഴ്സ് കുറവാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 95-100 കിലോമീറ്റർ എനിക്ക് റൈഡ് ഉണ്ട് മറ്റു ഷോപ്പ് വരെ. അപ്പോൾ പോകുന്ന വഴികളിൽ ഞാൻ കാര്യം പറയാൻ പറഞ്ഞത്, ഇവിടെ കുറേ ചൈനീസ് കാറുകളുണ്ട്. ചൈനീസ് കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പുച്ഛമാണ്. കാരണം MG ഒക്കെ നാട്ടിൽ വന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്. പലരും അതിനെ കുറേ കളിയാക്കിയിട്ടുണ്ട്, ചൈനീസ് വണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷേ ചൈനീസ് ക്വാളിറ്റി എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻ്റ് തന്നെയാണ്. കാരണം നമുക്ക് പ്രീമിയം ഫീച്ചേഴ്സും ഒക്കെ ഇത്രയും ബഡ്ജറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യം തന്നെയല്ലേ. ഏത് വണ്ടിയാണെങ്കിലും ഇപ്പോൾ കംപ്ലൈൻറ്റ് തന്നെ. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ ഇന്ത്യയുടെ മെയ്ഡ് കാറുകളൊക്കെ ഉണ്ട്. നമ്മളത് എന്തോരം വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നത് അത്ര ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടെ. അതുപോലെ ചൈനീസ് കാറുകളുണ്ട്. അപ്പം ചൈനീസ് ഇവിടെ ഒരുപാട്, അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ചൈനീസ് കാറുകൾ കേട്ടോ. ആ ചൈനീസ് കാറുകളിലൊക്കെ ഭയങ്കര ഫീച്ചേഴ്സ്, അതിനകത്തുള്ള ഫീച്ചേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമുക്ക് ഇത്രയും ബഡ്ജറ്റീവായിട്ട് അത്രയും പ്രീമിയം ഇന്നത്തെ കാലത്ത് ഫെസിലിറ്റി യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഇത് കണ്ടെങ്കിൽ ലാസ്റ്റത്തെ ആ ഒരു റോയിൽ മാത്രമേ ലോറികൾ പോവുള്ളൂ.
ഇപ്പുറം ലോറി കയറിയാൽ ലോറിക്ക് ഫൈനാണ്. ചില സമയങ്ങളിൽ മാത്രം കയറി പോകാൻ ചാൻസ് ഉണ്ട്. മീൻസ് ഇങ്ങനെ ഓവർടേക്ക് അപ്പം തന്നെ അയക്കി പോകും. ആ ട്രാക്കിൽ മാത്രം ലോറി പോകാൻ പാടുള്ളൂ. 4 ട്രാക്കാണ് ഇപ്പോൾ ഈ ഹൈവേ. അത് ഈ ലാസ്റ്റത്തെ ഇതാണ് ഏറ്റവും സ്പീഡിൽ പോകുന്ന വണ്ടികൾ. നമ്മൾ ആ ട്രാക്കിൽ പോയിട്ട് നമ്മളെ ബാക്കിൽ അതിൽ വണ്ടികൾ വന്നാൽ ലൈറ്റ് ഇട്ടായിരുന്നു നമ്മൾ വഴി മാറി കൊടുത്തിരിക്കണം, നിർബന്ധമാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു നിയമം. ഇത് നമ്മുടെ നാട്ടിലില്ലാത്തൊരു നിയമമാണ് അല്ലേ, അല്ലെങ്കിൽ അത് അറിയാത്തൊരു നിയമമാണ്. കാരണം സ്പീഡ് ട്രാക്ക് എന്തിനാ, ലോ ട്രാക്ക് എന്തിനാ, അത് ഏതാണ്, എങ്ങനെയാണ് ഒന്നും അറിയില്ല. കാരണം അതൊക്കെ കറക്റ്റ് ലോറികൾ കറക്റ്റായിട്ട് പോവുക, കണ്ടെയ്നറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം കാറുകളൊക്കെയാണ്. നമുക്ക് ലൈറ്റ് അടിച്ചിടാം, അല്ലെങ്കിൽ ബാക്കിൽ വണ്ടി വന്ന് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ നമ്മൾ മാറി കൊടുക്കുക. നമുക്ക് ആ സ്പീഡ് പോകാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ നമ്മൾ മാറി കൊടുക്കുക, ബാക്കിൽ പോട്ടെ, പിന്നെ നമുക്ക് കയറാം. അതാണ് ഒരു നിയമം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നിയമം. ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന സമയമാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ 8 മണി. ഇപ്പം പെട്ടെന്ന് ഇരുട്ടാവുമല്ലോ, അതിൻ്റെ പ്രത്യേകതയാണ്. ചായ കൊണ്ടുവരുന്നുണ്ട്. എന്താ സ്പെഷ്യല്? പഴംപൊരി ചായ. ദിസ് ഈസ് മൈ സ്പെഷ്യൽ. ജോലി കിട്ടു വന്ന ഭാര്യയ്ക്ക് ചായ, ഭർത്താവിന് എന്താണ് ഭാര്യ നൽകുന്ന ചായ. പഴംപൊരി ഇസ് മൈ ഫേവറേറ്റ്. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. പഴംപൊരിയും ചായയുമാണ് ഇന്നത്തെ ഈവനിങ് ടീ ബ്രേക്ക്. സോ ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്താ ചെയ്യുക, കേക്ക് കട്ട് ചെയ്യണം. ക്രിസ്മസിൻ്റെ ആണ് അവിടെ ഒരു ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വേണം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, എവരും രണ്ടാളും ഡ്രസ്സൊക്കെ ഇട്ടോ. രണ്ടാളുടെയും ക്രിസ്മസ് ഡ്രസ്സാട്ടോ. നോട്ടെ കാണിക്കാണല്ലോ കാണിക്കി. വാവ്, റെഡ് ആൻഡ് വൈറ്റ്. അതെന്താ ലിബാം ഇടേ? പൊട്ടിയോ ചുണ്ടുട്ടിയോ? ആ, രണ്ടാളും ലിബാമൊക്കെ ഇട്ട് റെഡ് കുപ്പായൊക്കെ ഇട്ടിരിക്കുക കേട്ടോ അല്ലേ? അവിടെ ക്രിസ്മസിന് വാങ്ങിയ കുപ്പായൻ്റെ അമ്മ. എന്താ പരിപാടി? ആ ഓക്കെ. ഇങ്ങെന്താ അടുത്ത പരിപാടി? കേക്ക് മുറിക്കുക. ആ, കേക്ക് മുറി ഉണ്ട് അല്ലേ? കേക്ക് മുറിയാ? എന്തൊക്കെ ഇങ്ങനെ പരിപാടി? ആയിട്ടില്ല. കേക്ക് കാണിക്കാൻ അമ്മയ്ക്ക് വരട്ടെ എന്നിട്ട്. ഓക്കെ, അമ്മയ്ക്ക് വന്നിട്ട് കേക്ക് മുറിക്കാൻ കാണിക്കുക. ഓക്കെ, ആയിക്കോട്ടെ. കേക്ക് ആ അല്ല, ഇന്ന് രാത്രി. ആ അതെ, ഇന്നാണ് ക്രിസ്മസ് പാട്ടൊക്കെ പാടുക, കേരളമൊക്കെ പാടുക. ആ അതാണ്. ഹേയ്, അങ്ങനെ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്ത് സെലിബ്രേഷൻ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല. സംഭവം ഈ ട്രീ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ബാക്കിൽ, കണ്ടില്ലേ? അപ്പോൾ ഞങ്ങൾ എല്ലാവരും വൈറ്റ് ആൻഡ് റെഡ് തീമിലൊക്കെ കേട്ടോ. എല്ലാവരും ഉണ്ടോ വൈറ്റ് ആൻഡ് റെഡ് തീമിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാ ഓരോ ഇരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വൈറ്റ് ആൻഡ് റെഡ് നമ്മുടെ ക്രിസ്മസ് ട്രീ ആട്ടോ ഈ ബാക്കിൽ. മുമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഉണ്ട്, സ്റ്റാർ ഉണ്ട്. ഇതൊക്കെ ഇവരുണ്ടാക്കിയ കേട്ടോ. ഇവരെല്ലാവരും കൂടെ ഉണ്ടാക്കിയാണ്. അപ്പം ഞങ്ങളിനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നല്ല പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പ്ലം കേക്ക് കട്ടിങ് ഉണ്ട്. പിന്നെ ചിക്കൻ ദോശയാണ് കേട്ടോ. ദോശയാണ് രാത്രി. ക്രിസ്മസ് എന്താണ്? ക്രിസ്മസ് പപ്പ സ്പെഷ്യൽ കേക്ക്. പപ്പാനി കേക്ക് ഉണ്ട്. ആ, അപ്പൊ സ്പെഷ്യൽ വീണ്ടും വേറെ കേക്ക് ഉണ്ട്. 2 കേക്ക് ഉണ്ട്. എന്താണ്? മുന്തിരിച്ചാറുണ്ട്. അത് വേണം. അപ്പൊ എന്നാ ക്രിസ്മസ് പപ്പാനി കേക്കിനൊക്കെ നമുക്ക് കാണാൻ റെഡി ആയിട്ട് നിൽക്കണേ ഞങ്ങള് അല്ലേ? അതാ ഡ്രസ്സ് നമുക്ക് അമ്മ കാണിച്ചു. ഡ്രസ്സ് അല്ലേ? റെഡ് ആൻഡ് വൈറ്റ്. പുതിയത് ക്രിസ്മസിന് വേണ്ടിയിട്ട് അല്ലേ? കണ്ടോ കുറെ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് അവിടെ. ക്രിസ്മസ് ഗിഫ്റ്റ്. മാച്ച് ആയിട്ട് നിൽക്കണം രണ്ടാളും. രണ്ടുപേരും മാച്ച് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുവാണേ. അപ്പം ക്രിസ്മസ് അല്ലേ? യെസ്. അപ്പൊ ക്രിസ്മസ് പാട്ടൊക്കെ പാടുവോ? പാട്ടൊക്കെ പാടും അല്ലേ? ക്രിസ്മസ് പാട്ട്. ഒരു പാട്ടൊക്കെ പാടി തരുന്നാലും. ആരാ പാട്ട് പാടണേ? ക്രിസ്മസ് പാട്ടൊക്കെ പാടുവോ? എന്നിട്ട് ഇറങ്ങി രണ്ടോളൊപ്പം പാടുക. ഒപ്പം പാടുക പാട്ട്. ഓക്കെ, കമോൺ.
ഇങ്ങോട്ട് അപ്പൊ ക്യാമറയിലേക്കല്ലേ ഒരു മനുഷ്യൻ നോക്കാം. ഓക്കെ പാട്ട് പാടി സൂപ്പർ 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 പാട്ട് പാടി ഇനി കേക്ക് കട്ട് ചെയ്യണ്ട നമുക്ക് അവിടെ ഫോട്ടോ എടുക്കുവാണേ. ഞാൻ കാണിച്ചു തരാം. കേക്ക് ആയിട്ടില്ല, വെയിറ്റ്. അവിടെ ഫോട്ടോ എടുക്കാൻ അമ്മേൻ്റെ ഒക്കെ എന്നിട്ട് കേട്ടോ. ഓക്കെ വെയിറ്റ്. അപ്പൊ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ട്രീയുടെ പുറകിലായിട്ട്. അപ്പൊ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമില് ഞങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഫോളോ കാണുക. എന്റെ അമ്മേ. ആ ഓക്കെ ഓക്കെ. ആയില്ല 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 കേക്ക് കട്ട് ചെയ്യാൻ ആയില്ല. അത് കഴിഞ്ഞാ എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ. അപ്പൊ കേക്ക് കട്ട് ചെയ്യാനല്ലേ. അപ്പൊ ഇതാണ് ക്രിസ്മസ് ട്രീ കേട്ടോ. ഹോംലി മെയ്ഡ് എന്താണ് പറയാ. അപ്പം ക്രിസ്മസ് ട്രീ ആണ്. പുൽക്കൂട്. ഈ സംഭവം പുൽക്കൂട് എന്താ പറയാ, നമുക്ക് ഇവിടെ ഈ സ്കൾച്ചേഴ്സ് കിട്ടത്തുണ്ട്. പേപ്പർ വർക്ക് വെച്ചിട്ട് പിള്ളേർ ഉണ്ടാക്കിയ കേട്ടോ. വരച്ച അങ്ങനെ ഡ്രോ ചെയ്ത് ഉണ്ടാക്കിയാണ്. അമ്മ ഉണ്ടാക്കി. അപ്പൊ അമ്മയും മക്കളും ഉണ്ടാക്കിയ കേട്ടോ. എന്തായാലും എല്ലാരും ഉണ്ടാക്കി അതന്നെ. അപ്പൊ ഇതാണ് പുൽക്കൂട് പോലത്തത്. ഇതാ സ്റ്റാർ കിട്ടില്ല സ്റ്റാർ ആട്ടോ. നല്ല ഭംഗിയില്ലേ സ്റ്റാർ കാണാൻ. അതിന്റെ അമ്മ ഉണ്ടാക്കിയതാട്ടെ. എന്റെ അമ്മ നല്ല കേക്ക് കാരിയാണ്. ഓ എന്റെ അമ്മേ. തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിലുണ്ട നല്ല എന്താ പറയാ, ഈ സാധനത്തിന് എന്താ പറയാ, നമ്മളെ റാന്തലുകള് ബോൾസ് എല്ലാം ഞങ്ങളുടെ കലാവിരുതാണ്. മീടാണല്ലേ. ഈ റാന്തലാണ് കേട്ടോ. ഇത് കുഞ്ഞേതാണ് മാത്രം. ഇത് ഇവരുണ്ടാക്കിയാണ്. ഞാൻ ഉണ്ടാക്കിയത് ഇവള് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയതാണ്. രണ്ടും ഉണ്ടാക്കിയില്ലേ. എന്താണ് ഇങ്ങനെ നിക്കണ അവിടെ ഇതിന്റെയാണ്. ഇത് ഇങ്ങനെ നിക്കുന്ന ബാക്കിൽ ഇങ്ങനെ ഉണ്ട്. അത് നിക്കാൻ കേട്ടോ. ഓക്കെ. അപ്പൊ ക്രിസ്മസ് ട്രീ. ഓക്കെ അപ്പൊ നമുക്ക് വാങ്ങി കട്ട് ചെയ്യാനൊക്കെ പോവാം. കേക്ക് കട്ട് ചെയ്യാൻ പോവാം അല്ലേ. കേക്ക് എത്തി. ഇതെന്താണ് പ്ലം കേക്കാ? ക്രിസ്മസിന്റെ പ്ലം കേക്ക് അല്ലേ. വേറെ കേക്കും കൂടി ഉണ്ട്. ഇനിയും കേക്ക് ഉണ്ടോ? പക്ഷെ എന്റെ ഫേവറേറ്റ് കേക്ക് കേട്ടോ പ്ലം കേക്ക്. എന്നാ വെക്കി വിളിച്ചോളൂ. ഇവിടെ നമുക്ക് ഇതിലെടുത്ത് വയ്ക്കാം. ട്രീയുടെ അടുത്ത് വയ്ക്കാം. മോൾ കട്ട് ചെയ്യാം. യെസ് പ്ലം കേക്ക് കിട്ടില്ല. പ്ലം കേക്ക് ഹോം മെയ്ഡ് ആണ്. പ്ലം കേക്ക് കേട്ടോ. യെസ്. വാ ഇതാണ് നിങ്ങൾ പറഞ്ഞല്ലേ പപ്പായുടെ കേക്ക്. ക്രിസ്മസ് കേക്ക്. റെഡ് ആൻഡ് വൈറ്റ് ക്രിസ്മസ് പപ്പ. ചോക്ലേറ്റാ? ഓക്കെ. കേക്ക് കട്ട് ചെയ്യണോ? കട്ട് ചെയ്യില്ല. കേക്ക് കട്ട് ചെയ്യണ്ടേ? ഓക്കെ. അപ്പോ കേക്ക് കട്ട് ചെയ്യാണ്. ഇവിടെ പ്ലം കേക്ക് ആണ് കട്ട് ചെയ്യുന്നത്. പ്ലം കേക്ക്. യെസ് കട്ടിങ്. ഇതാണ് നമ്മുടെ വൈന് പറഞ്ഞാൽ ഫ്രൂട്ട് വൈൻ ആണ്. ഇത് കിവി ജ്യൂസ് ആണ്. നമ്മളെ ഉള്ളത് കൊണ്ട് ഒപ്പിക്കാണ് കേട്ടോ. ഇവിടെ ഗ്രീൻ ടച്ച്. അത് മാത്രല്ല ഇവിടെ കിട്ടണ്ടേ. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മളെടുത്ത് ഉള്ളത് കൊണ്ട് ഒപ്പിക്കുകയാണ്. കുറെ ഗിഫ്റ്റുകളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇതാ എല്ലാവരും റെഡി ആയിട്ട് കേക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ. യെസ്. കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ട് ടേസ്റ്റ്. കട്ട് ചെയ്ത് മതി. ഉന്നച്ചെന്ന് കൊടുക്ക്. വാവ്. ദിസ് ഈസ് ദ ഹോം മെയ്ഡ് കേക്ക്. ഇതാണ് സിസ്റ്റാക്ക് ഹോം മെയ്ഡ് കേക്ക്. അടിപൊളിയാ കേക്ക്. അടിപൊളിയാ. സൂപ്പർ 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 കേക്ക്. സൂപ്പർ സൂപ്പർ ഉണ്ട്. നല്ല അടിപൊളി. വാങ്ങുന്ന കേക്കിൻ്റെ ഉണ്ട്. സൂപ്പർ കേക്ക് കേട്ടോ. കാണുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹോം മെയ്ഡ് കേക്ക്. ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ. വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെ സാന്റ. ഗ്ലാസ് തട്ടരുത്. ഇവിടെ എത്ര കഴിക്കണം. അങ്ങനെയുണ്ട് കേക്ക്. സൂപ്പറാ. ഏത് കേക്കാ ബെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാ? അതാ ഇഷ്ടപ്പെട്ടത്? നിങ്ങളല്ലേ ക്രീം ചീസിന്റെ ആൾക്കാർ, ക്രീം കേക്കിന്റെ ക്രീം കേക്കിന്റെ ആൾക്കാർ അതല്ലേ? വേറെ ഒന്നല്ലല്ലോ അല്ല. ക്രീം കേക്കിന്റെ ആൾക്കാരല്ലേ? അങ്ങനെയുണ്ട്. ആ കേക്ക് ഏതാ ക്രീം കേക്ക് രസമുണ്ടോ? ഏതാ ബെസ്റ്റ് കേക്ക്? പ്ലം ആണ്. ക്രീം പിന്നെ അങ്ങനെയല്ല. ക്രീം എനിക്ക് പ്ലമ്മാ. പ്ലമ്മിന് എപ്പോഴും ഒരു ഭയങ്കര ടേസ്റ്റ് ആണ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും സക്സസ് ആയി. ഏത്
പ്ലം പ്ലം കേക്ക് അല്ലേ? പ്ലം കേക്ക് അടിപൊളിയാണ്. ഡ്രസ്സിലൊക്കെ ആക്കി ഇവിടെ. പ്ലം കേക്ക് കാണാനും തന്നെ അല്ലേ. ക്രീം കേക്ക് ഞാൻ കഴിച്ചോട്ടെ. ഇതിങ്ങനെയാണ് സെറ്റ് അല്ലേ? ഓടിയുന്നുണ്ടേ. ഇത് ഒരു ക്രീം കേക്കാ. വേണ്ടായിരുന്നു. അപ്പൊ ഷെയർ ചെയ്ത് കഴിക്കുന്നോണ്ടാവും ചെലപ്പോ വേണ്ട പറഞ്ഞത്. രസം കേട്ടോ. ഇത് കൊള്ളാം. ഇത് ഞാൻ കൊള്ളാം. പ്രത്യേകിച്ച് അതില് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. പുറമെ ഒരു പപ്പാനീനെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ഈ ക്രീം കേക്ക് ചീസിന്റെ ക്രീം കേക്കിന്റെ അതുകൊണ്ട് എനിക്ക് പക്ഷേ പ്ലം കേക്ക് നിങ്ങൾ രണ്ടാക്കും ഇഷ്ടപ്പെട്ടത് ഇതാവുമായിരിക്കും അല്ലേ? ക്രീം ആയിരിക്കും അല്ലേ? നിങ്ങൾ അതിൻ്റെ ആളാണ്. എങ്ങനെയുണ്ട് പറഞ്ഞു? സൂപ്പർ. യെസ്. എന്താണ് സ്പെഷ്യൽ? ചിക്കൻ ദോശ. ചിക്കൻ ദോശയുടെ ചിക്കൻ ആൻഡ് മുരിഞ്ഞ ദോശ ഉണ്ടാക്കുക. മുരിഞ്ഞ ദോശ. നെയ്യിട്ട് സൂപ്പറാക്കി. അപ്പൊ ക്രിസ്മസ് സ്പെഷ്യല് മുരിഞ്ഞ ദോശയാണ്. മുരിഞ്ഞ ദോശയല്ല, ചിക്കൻ ദോശ. ചിക്കൻ ദോശ. ചിക്കൻ ഗീ ദോശ. ഗീ ദോശ. ഇറ്റ്സ് റെഡി. ഗീ റോസ്റ്റ് വിത്ത് ചിക്കൻ. ഓക്കെ. മുരിട്ടുണ്ട്. അതുകൊണ്ടോ അടിപൊളി ചിക്കൻ ദോശ. ചിക്കൻ ദോശ എനിക്ക് കിട്ടില്ല. കിട്ടിയില്ലെന്നോ? കിട്ടിയില്ലെന്നാ കഴിക്കില്ല. അത് പറ, സത്യം പറ. സത്യം പറ. ചിക്കൻ മാത്രം. ചിക്കൻ മാത്രം മതി, ദോശ വേണ്ട. അല്ലല്ലോ. കിട്ടിയില്ലാന്ന്. അതാണ് ദോശ കഴിക്കില്ല. അമ്മുകുട്ടി ദോശ കഴിക്കൂല. കഴിക്കോ? ഇപ്പൊ എന്ത് ദോശ? ചിക്കൻ ദോശ കഴിക്കാത്ത? സ്പെഷ്യൽ ദോശ എവിടെ? ആണോ? പിന്നെ ഈ ചോറ് കഴിക്കണെന്താ? അതും കഴിക്കും ആണോ? പിന്നെ ഓക്കെ. അപ്പൊ ഞങ്ങളെ ചിക്കൻ ദോശയാണ് ഗൈസ്. ചിക്കൻ ദോശ. ചിക്കൻ ഉള്ളിൽ ചിക്കനൊക്കെ ഉണ്ട്. അപ്പോൾ പാറുവിന് എന്ത് മതി? ചിക്കൻ മാത്രം മതി അല്ലേ? സൂപ്പർ. കടയിൽ നിന്ന് മേടിക്കാൻ പോകണ്ട കേട്ടോ ചിക്കൻ ദോശ. സൂപ്പറായി. ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി ചിക്കൻ ഇട്ടിട്ട് ഉള്ളിടാതെ നമ്മൾ വറക്കാം. എന്നിട്ട് അത് വറക്കുമ്പോ കുറച്ചൊരു ദിസ് ഈസ് അവർ സ്പെഷ്യൽ ക്രിസ്മസ് സ്പെഷ്യൽ. മുട്ടയും ചോറും. ഒന്നുകൂടി മസാല ആവുമായിരുന്നു. അങ്ങനെ ക്രിസ്മസിന്റെ കേക്ക് കട്ട് ചെയ്തു. 2 കേക്ക് കട്ട് ചെയ്തു. പിന്നെന്താണ്, നമ്മൾ ജ്യൂസ് കുടിച്ചു. പിന്നെ ദോശ കഴിച്ചു. ചിക്കൻ മസാല ദോശ അല്ലേ? ചിക്കൻ മസാല ദോശ കഴിച്ചു. എല്ലാം കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ചെറിയ ക്രിസ്മസ് ആഘോഷം ആയിരുന്നു. അതിൻ്റെ പുറമെ എൻ്റെ ഒരു ഡേയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൂട്ടത്തിൽ അല്ലേ? എല്ലാം കൂടെ ഒരു വ്ളോഗായിരുന്നു കേട്ടോ അത്. അപ്പോൾ എല്ലാവർക്കും എന്താണ്, ഹാപ്പി ക്രിസ്മസ് ഓ മേരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. Happy New Year. ടാറ്റ. Bye.